വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ലൈംഗിക വൈകല്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക താൽപ്പര്യക്കുറവും ലൈംഗിക ഉത്തേജനക്കുറവും, ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസൈർ ഡിസോർഡർ. ഇത് പലരും പറയാനോ കൺസൾട്ട് ചെയ്യാനോ മടിക്കുന്നതുമാണ്. ഇത് വെറുമൊരു ശാരീരിക പ്രശ്നമല്ല, നമ്മുടെ മനസ്സിനെയും ദാമ്പത്യ ബന്ധത്തെയും ഇത് ബാധിക്കുന്നു. പങ്കാളിയോട് ലൈംഗികമായ അടുപ്പം തോന്നാത്ത, അടുപ്പം കാണിക്കാത്ത, ലൈംഗിക ചിന്തകളോ താല്പര്യമോ തീരെയില്ലാത്ത അവസ്ഥയാണിത്. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും അതൊരു വലിയ വിഷമമായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലൈംഗിക ഉത്തേജനമുണ്ടാക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ദീർഘനാളായി ഇല്ലാത്ത അവസ്ഥ. അതുമൂലമുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതയും ബന്ധത്തിലെ വിള്ളലും. രണ്ട്, ലൈംഗിക പ്രക്രിയ തുടങ്ങാനും താല്പര്യമില്ല. ഇണ അത് ആരംഭിച്ചാൽ സഹകരിക്കാതിരിക്കുക. ഇവയിലൊന്നും സുഖമോ സംതൃപ്തിയോ കിട്ടുന്നില്ല. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അമിതമായ ജോലിഭാരം, മാനസിക സമ്മർദ്ദം, വിഷാദ രോഗം, ആങ്സൈറ്റി രോഗങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള പിണക്കങ്ങൾ. രണ്ട്, പ്രമേഹം, തൈറോയിഡ് രോഗം, ഹോർമോൺ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. മദ്യം, മറ്റ് ലഹരികൾ ഇവയുടെ ഉപയോഗം. സ്ത്രീകളിലെ ആർത്തവ വിരാമവും ഇതിന് കാരണമാകാം. മൂന്ന്, ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഭയവും. ഒരു സൈക്യാട്രിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ കണ്ട് സംസാരിച്ചാൽ കൗൺസിലിങ്ങിലൂടെയോ ലളിതമായ മരുന്നുകളിലൂടെയോ മിക്കവാറും എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. ഓർക്കുക, ആരോഗ്യകരമായ ഒരു കുടുംബജീവിതത്തിന് ലൈംഗിക ആരോഗ്യം അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.